അംഗം ഉസ്താദ് എം മുഹിയുദ്ദീൻ മൗലവി ആലുവ സദസ്സിന് ആശംസകൾ അർപ്പിക്കുന്നു. ആദരപുരസ്സരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കരുത്തനായ കാര്യദർശി ഉസ്താദ് ബാപ്പു മുസ്ലിയാർ അവറുകളെ, യോഗം ഉദ്ഘാടനം ചെയ്ത മഹാനായ സയ്യിദ് സാദിഖ് അലി തങ്ങൾ അവറുകളെ, മറ്റ് ഈ വേദിയിലിരിക്കുന്ന ഉസ്താദന്മാരെ, നേതാക്കളെ, മഹാന്മാരെ, സാദാത്യങ്ങളെ, സഹോദരങ്ങളെ, സമയബന്ധിതമായൊരു പരിപാടിയായതുകൊണ്ട് ആശംസ നീട്ടുന്നില്ല. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ആളിക്കത്തുന്ന തീജ്വാലയിൽ നട്ട മഹത്തായ പ്രസ്ഥാനം ഇന്നത് വളർന്ന് പന്തലിച്ച് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞതുപോലെ അതിനും വരുമില്ലാതെ പടർന്ന് വലിയൊരു വടവൃക്ഷമായി വിഷമം അനുഭവിക്കുന്ന, കണ്ണീരൊഴുകുന്ന ആളുകൾക്ക് ശാന്തരമായി മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ പ്രക്ഷോഭിച്ച് പ്രവർത്തിക്കാൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. അടുത്തതായി ആശംസ ഭാഷണം നിർവഹിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി കെ എസ് ഹംസ സാഹിബ് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദരണീയ അധ്യക്ഷൻ, സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ സാംസ്കാരിക നഗരിക്ക് എന്തുകൊണ്ടും അഭിമാനം ചേർത്തുന്ന ഈ മുഹൂർത്തത്തിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ്. കേരളത്തിലെ ക്യാമ്പസുകൾ കലാപകലുഷിതമായി സംസ്കാരത്തിൻ്റെ മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് എന്നും അപചയത്തിലേക്ക് മൂക്കുകുത്തി വീഴുന്ന സന്ദർഭങ്ങളിൽ ഒരു പുതിയ പ്രചോദനവും പുതിയ വാഗ്ദാനവുമായി നീതിബോധത്തിൻ്റെ നിതാന്ത ജാഗ്രതയോടെ ഈ വഴിയോരങ്ങളിലൊക്കെ തന്നെ പുതിയ പ്രതീക്ഷയോടെ ഈ സംഘടന നിലനിർപ്പിക്കുന്നുണ്ട് എന്നത് ഏറെ ആശാവഹമാണ്, ഏറെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി ഷെയ്ഖുൽ ജാമി ഉസ്താദ് കെ ആലിക്കുട്ടി മുസ്ലിയാർ ആശംസ ഭാഷണം നിർവഹിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഭിവന്യരായ അധ്യക്ഷനവറുകൾ, സാദാത്തുക്കൾ, ഉലമാക്കൾ, സമദാനി സാഹിബ് പോലെയുള്ള നേതാക്കൾ, മഹത്തായ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. നാളെ പരിപാടിയിൽ എനിക്ക് പ്രസംഗവും ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ആശംസാ പ്രസംഗത്തിന് വിളിച്ച സന്ദർഭത്തിൽ 2 വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നു. ഓരോ കുല്ലു ഷൈഇൻ ഇൻദഹു ബിമിഖ്ദാർ, അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരമാണ് ലോകത്ത് നടക്കുന്ന സർവ്വ കാര്യങ്ങളും. ഇവിടെ ഇപ്പോൾ നമ്മുടെ വിദ്യാർത്ഥി സംഘടന വളരെ വലുതായി, നന്നായി അതിൻ്റെ പ്രവർത്തനവും അതിൻ്റെ നേതൃത്വവും ഈ സമുദായം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സന്തോഷങ്ങളിലേക്കും പുരോഗതിയിലേക്കും നയിക്കാൻ ഈ സംഘടനക്ക് അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ എന്നാശംസിച്ച് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സെഷൻ ഇവിടെ സമാപിക്കുകയാണ്. പ്രകാശന
കർമ്മം നിർവഹിക്കേണ്ട വി കെ ഇബ്രാഹിം കുഞ്ഞ് സാഹിബ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അടുത്ത സെഷനിൽ തുടക്കത്തിൽ പ്രകാശന കർമ്മം നിർവഹിക്കപ്പെടുന്നതാണ്. ഈ സെഷനിൽ പങ്കെടുത്ത അഭിവന്ദരായ നേതാക്കൾ, ഉലമാക്കൾ, സാദാത്തുക്കൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ ഹൃദയംഗമായ കൃതജ്ഞത അറിയിക്കുകയാണ്. അടുത്തതായി പൈതൃകം സെഷൻ ഏതാനും നിമിഷങ്ങൾക്കകം സമാരംഭിക്കുകയാണ്. ആമുഖ ഭാഷണം നിർവഹിക്കുന്നത് ഇബ്രാഹിം ഫൈലി പേരാൽ, ഡോക്ടർ നാട്ടിക മുഹമ്മദ് അലി, OKM കുട്ടിയുമരി, സലീം എടക്കര എന്നിവരാണ് ചെയറിൽ. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിലിൻ്റെ സമാദരണീയനായ അധ്യക്ഷൻ ഷെയ്ഖുന CKM സ്വാദിഖ് മുസ്ലിയാർ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. സംഘടന പിന്നിട്ട 1/4 നൂറ്റാണ്ട് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ നവാസ് നിസാർ സാർ, മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PM സാദിഖ് അലി സാഹിബ് തുടങ്ങിയവർ നമ്മെ അഭിസംബോധന ചെയ്യുന്നു. സംഘടനയുടെ കഴിഞ്ഞകാലത്തെ പ്രവർത്തനങ്ങളുടെ അനുഭവാവിഷ്കാരങ്ങൾ നടത്തിക്കൊണ്ട് CH ത്വയ്യിബ് ഫൈലി, സിദ്ദീഖ് നദ്വി ചേറൂർ, സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ, K ഉമർ ഫൈലി മുക്കം, K മോയിൻകുട്ടി മാസ്റ്റർ, ഷാഹുൽ ഹമീദ് മേൽമുറി, അബു മൗലവി അമ്പലക്കണ്ടി, MP മുഹമ്മദ് മുസ്ലിയാർ കടുങ്ങല്ലൂർ, MP അബ്ദുൽ കരീം ഫൈലി തുടങ്ങി സംഘടനയുടെ മുൻകാല നേതാക്കൾ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ അനുഭവാവിഷ്കാരങ്ങൾ നടത്തുന്നു. ഷറഫുദ്ദീൻ മൗലവി വെൺമേനാട്, ബഷീർ അലനല്ലൂർ, വി ഗഫൂർ മുക്കം, TK മുഹമ്മദ് ഫൈലി പട്ടാമ്പി, മജീദ് ദാരിമി ചളിക്കോട്, സുലൈമാൻ ദാരിമി ഏലംകുളം, ഭീമാപ്പള്ളി റഷീദ്, PA റഹ്മാൻ തൊടുപുഴ, അബ്ദുൽ ജവാദ് ബാക്കവി, K നൂഹ് കരിങ്കപ്പാറ, അബ്ദുൽ അസീസ് ഹാജി പുത്തഞ്ചിറ, ഹൈദർ ഹാജി TK തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കുന്നു. മമ്മൂട്ടി മാസ്റ്റർ തരിവണ സമാപന പ്രഭാഷണം നിർവഹിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ വേദിയിൽ പൈതൃകം സെഷൻ ആരംഭിക്കുകയാണ്. നാട്ടിലിന്ന് സംഘശക്തി സാരമോടെ ശാശ്വത പ്രതീക്ഷകൾ നൽകിടുന്നു നമ്മിലെന്നും സിൽവർ ജൂബിലി ഗ്രാൻഡ് ഫിനാലയുടെ 2ാം സെഷൻ പൈതൃകം ഏതാനും നിമിഷങ്ങൾക്കകം വേദിയിൽ ആരംഭിക്കുകയാണ്. സെഷനിൽ സംബന്ധിക്കേണ്ട ഇബ്രാഹിം ഫൈലി പേരാൽ, ഡോക്ടർ നാട്ടിക മുഹമ്മദ് അലി, OKM കുട്ടിയുമരി, സലീം എടക്കര, ഉസ്താദ് ഷെയ്ഖുന CKM സ്വാദിഖ് മുസ്ലിയാർ, പ്രൊഫസർ നവാസ് നിസാർ, PM സ്വാദിഖ് അലി സാഹിബ്, CH ത്വയ്യിബ് ഫൈലി, സിദ്ദീഖ് നദ്വി ചേറൂർ, സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ, K ഉമർ ഫൈലി മുക്കം, K മോയിൻകുട്ടി മാസ്റ്റർ, ഷാഹുൽ ഹമീദ് മാസ്റ്റർ മേൽമുറി, അബു മൗലവി അമ്പലക്കണ്ടി, MP മുഹമ്മദ് മുസ്ലിയാർ കടുങ്ങല്ലൂർ, MP അബ്ദുൽ കരീം ഫൈലി, ഷറഫുദ്ദീൻ മൗലവി വെൺമേനാട്, ബഷീർ അലനല്ലൂർ, വി ഗഫൂർ മുക്കം, TK മുഹമ്മദ് ഫൈലി പട്ടാമ്പി, മജീദ് ദാരിമി ചളിക്കോട്, സുലൈമാൻ ദാരിമി ഏലംകുളം, ഭീമാപ്പള്ളി റഷീദ്, PA റഹ്മാൻ തൊടുപുഴ, അബ്ദുൽ ജവാദ് ബാക്കവി, K നൂഹ് കരിങ്കപ്പാറ, അബ്ദുൽ അസീസ് ഹാജി പുത്തഞ്ചിറ, ഹൈദർ ഹാജി TK, മമ്മൂട്ടി മാസ്റ്റർ തരുവണ എന്നിവരെ ആദരപുരസരം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സത്യസേന കീർത്തനം സങ്കീർത്തനം സംവിധാനം സാന്ത്വനം നറുബോധനം പ്രസ്ഥാനം.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ സാദാത്തുക്കളെ, ബഹുമാന്യരായ പണ്ഡിത മഹത്തുക്കളെ, അഭിവന്യരായ അതിഥികളെ, പ്രിയപ്പെട്ട സദസ്യരെ, സഹോദരങ്ങളെ, SKSSFൻ്റെ സിവിൽ ജൂബിലിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടതിന് ശേഷം സംഘടനയുടെ ഇന്നലകളെക്കുറിച്ചുള്ള എത്തിനോട്ടം നടത്തപ്പെടുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു സെഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ 25 വർഷക്കാലത്തെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൂടെ കേരളീയ മുസ്ലിം ഉമ്മത്തിന് ദിശാബോധം നൽകിയ ഈ സംഘശക്തി അതിൻ്റെ ദശവാർഷിക നാളിലുണ്ടാക്കിയ ചരിത്രം തിരുത്തപ്പെടാതെ കിടക്കുന്നതിനിടയിലാണ് ചരിത്രത്തിലെ പുതിയ രേഡ് കൂടി തുന്നിച്ചേർക്കുന്നതിന് വേണ്ടി സിൽവർ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായുള്ള ഈ മനോഹരമായ സമ്മേളന നഗരി ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. സംഘടനയുടെ ഇന്നലകളെക്കുറിച്ച് അയവിറക്കേണ്ടത് സംഘടനയുടെ അകത്തുള്ള ആളുകളെക്കാൾ പുറമേ നിന്ന് സംഘടനയെ നോക്കിക്കണ്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ അനവധി സംഘടനകളെ കൊണ്ട് നിറഞ്ഞ നമ്മുടെ നാട്ടിൽ SKSSF എന്തുകൊണ്ട് വേറിട്ട് നിൽക്കുന്നു എന്ന് വിശദമായ വിശകലനത്തിന് ഇവിടെ വേദിയൊരുങ്ങുകയാണ്. കേരളത്തിലെ ചിന്തകരും ബുദ്ധിജീവികളും പൊതുസമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളുമൊക്കെ വളരെ ആവേശത്തോടുകൂടെ അംഗീകാരത്തോടുകൂടെ നോക്കിക്കാണുന്ന SKSSFൻ്റെ 25 ആണ്ട് കാലത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുന്ന ഈ സദസ്സിലേക്ക് മുഴുവൻ ആളുകളെയും ഒറ്റവാക്കിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഇവിടെ നേരത്തെ നടക്കേണ്ടിയിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഈ സെഷനിൽ നടക്കേണ്ടതുണ്ട്. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കൈരളിയുടെ സാഹിത്യ സമാഹാരത്തിലേക്ക് സമർപ്പിക്കപ്പെടുന്ന ബൃഹത്തായ ഒരു ഉപഹാരം ഇവിടെ പ്രകാശിതമാവാൻ പോവുകയാണ്. അതുൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളിലും അതിഥികളായെത്തിയ ആളുകളെ വളരെ വിനയപൂർവ്വം വേദിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഈ യോഗം നിയന്ത്രിക്കുന്നത് സംഘടനയുടെ പഴയകാല നേതൃനിരയിൽ അഭിമാനത്തോടെ നമ്മൾ ഉയർത്തിക്കാണിച്ച മഹൽ വ്യക്തിത്വങ്ങളാണ് ഡോക്ടർ നാട്ടിക മുഹമ്മദ് അലി സാഹിബ്, OKM കുട്ടി ഉമരി, സലീം എടക്കര. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഈ വേദിയിലേക്ക് ബഹുമാനപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സെഷൻ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ആദരണീയരായ സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിലിൻ്റെ അധ്യക്ഷൻ, തുടക്കകാലം മുതൽ തന്നെ SKSSFൻ്റെ പ്രവർത്തകർക്ക് പ്രചോദനം നൽകി പ്രാർത്ഥിച്ച് കൂടെ നടന്ന അഭിവന്യ ഗുരു CKM സാദിഖ് മുസ്ലിയാർ ഉസ്താദ് അവർകളാണ്. ഉസ്താദിനെയും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നേരത്തെ നടക്കേണ്ടിയിരുന്ന പ്രകാശന കർമ്മം നിർവഹിക്കേണ്ടിയിരുന്നത് അഭിവന്യരായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ബഹുമാന്യനായ VK ഇബ്രാഹിം കുഞ്ഞ് സാഹിബ് അവർകളാണ്. അദ്ദേഹം നമ്മുടെ വേദിയിൽ എത്തിയിട്ടുണ്ട്. ഈ സെഷനിൽ സുവനീർ പ്രകാശന കർമ്മം നിർവഹിക്കുന്ന ആദരണീയരായ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് സാഹിബിനെ ബഹുമാനപൂർവ്വം ഈ സദസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സുവനീർ ഏറ്റുവാങ്ങുന്നത് ഈ നഗരിയുടെ ഒരുമിച്ച് കൂട്ടുന്നതിൻ്റെ ശില്പികളിൽ മുഖ്യ പങ്കാളിയും സംഘടനയുടെ ഗുണകാംക്ഷിയും സഹയാത്രികനുമായ ബഹുമാനായ മുസ്തഫ ഉസ്മാൻ സാഹിബാണ്. അദ്ദേഹം നമ്മുടെ വേദിയിലുണ്ട്. വളരെ ആവേശത്തോടുകൂടെ തൃശ്ശൂർ നഗരിയിലെ സമർക്കന്തിനെ വരവേൽക്കാൻ
അകമഴിഞ്ഞ് സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ പിതാവ് അല്പകാലങ്ങൾക്ക് മുമ്പാണ് മരണപ്പെട്ടു പോയത്. അദ്ദേഹത്തിൻ്റെ പിതാവിനും കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മറ്റ് ബന്ധുക്കൾക്കും സർവശക്തനായ അള്ളാഹു സമർക്കന്തിൻ്റെ ഗുണം പരലോക സൗഭാഗ്യമായി എത്തിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനായ മുസ്തഫ ഉസ്മാൻ സാഹിബിനെ ആദരപൂർവം ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ സെഷനിൽ സംഘടന പിന്നിട്ട 1/4 നൂറ്റാണ്ട് എന്ന വിഷയം അവതരിപ്പിക്കുന്നത് ആദരണീയനായ പ്രൊഫസർ നവാസ് നിസാർ സാഹിബ് അവർകളാണ്. അദ്ദേഹത്തെയും ഞാൻ ബഹുമാനപൂർവം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് വിശകലനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന മറ്റൊരു വ്യക്തി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനായ PM സാദിഖ് അലി സാഹിബാണ്. അദ്ദേഹത്തെയും ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. സംഘടനയുടെ തുടക്ക നാളുകൾ മുതൽ അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും അനുഭവിച്ചറിഞ്ഞ സംഘടനയുടെ ആദ്യകാല തേരാളികളിൽ ഒരാൾ കൂടിയായിരുന്ന അഭിവന്ദനായ CH തൊയ്യിബ് ഫൈസി അനുഭവാവിഷ്കാരം നടത്തിക്കൊണ്ട് സദസ്സിനോട് സംവദിക്കും. ബഹുമാനായ തൊയ്യിബ് ഫൈസിയെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയെ സമ്പന്നമാക്കിയ സിദ്ദീഖ് നദ്വി ചേറൂർ, സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ, ഉമർ ഫൈസി മുക്കം, മോയിൻകുട്ടി മാസ്റ്റർ, ഷാഹുൽ ഹമീദ് മാസ്റ്റർ മേൽമുറി, അബു മൗലവി അമ്പലക്കണ്ടി, MP മുഹമ്മദ് മുസ്ലിയാർ കടുങ്ങല്ലൂർ, NP അബ്ദുൽ കരീം ഫൈസി, ഷറഫുദ്ദീൻ മൗലവി വെൺമേനാട്, ബഷീർ അലനല്ലൂർ, B ഗഫൂർ മുക്കം, TK മുഹമ്മദ് ഫൈസി പട്ടാമ്പി, മജീദ് ദാരിമി ചെളിക്കോട്, സുലൈമാൻ ദാരിമി ഏലംകുളം, ഭീമാപ്പള്ളി റഷീദ്, PR റഹ്മാൻ തൊടുപുഴ, അബ്ദുൽ ജവാദ് ബാക്കവി, നൂഹ് കരിങ്കപ്പാറ, അബ്ദുൽ അസീസ് ഹാജി പുത്തൻചിറ, ഹൈദർ ഹാജി, മമ്മൂട്ടി മാസ്റ്റർ തരുവണ തുടങ്ങിയ മുഴുവൻ വ്യക്തിത്വങ്ങളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന സംഘടനയുടെ മുഴുവൻ ഗുണകാംക്ഷികളെയും സമസ്തയുടെ സാരഥികളെയും ആദരപൂർവം സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ സെഷനിൽ നടക്കേണ്ടിയിരുന്ന സുവനീറിൻ്റെ പ്രകാശന കർമ്മമാണ് ആദ്യമായി ഈ വേദിയിൽ അരങ്ങേറുന്നത്. ഗ്രാൻഡ് ഫിനാലെയോടനുബന്ധിച്ച് പുറത്തിറക്കപ്പെടുന്ന വിദ്യാർത്ഥി അനുബന്ധങ്ങൾക്കപ്പുറത്തെ വായന എന്ന സുവനീറിൻ്റെ പ്രകാശന കർമ്മം കേരളത്തിൻ്റെ ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് സാഹിബ് സംഘടനയുടെ അഭ്യുദയകാംക്ഷിയും സഹായിയുമായ മുസ്തഫ ഉസ്മാൻ സാഹിബ് പെരുമ്പിലാവിന് നൽകിക്കൊണ്ട് നിർവഹിക്കുന്നു. ഇരുവരെയും ആദരപുരസ്സരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യനായ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് സാഹിബ് സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ആദരപുരസ്സരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മഹാന്മാരും ആദരണീയരുമായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, മറ്റ് ബഹുമാന്യരായ ഇവിടെ സ്വാഗതം പറഞ്ഞ ഇബ്രാഹിം ഫൈസി പേരാൽ, അധ്യക്ഷത വഹിക്കുന്ന ഡോക്ടർ നാട്ടിക മുഹമ്മദ് അലി, OKM കുട്ടി ഉമരി, സലീം എടക്കര, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ നവാസ് നിസാർ, CH തയ്യിബ് ഫൈസി,
സിദ്ദീഖ് നദവി ചേറൂർ, സിദ്ദീഖ് അലി ഞാങ്ങാട്ടൂർ, കെ ഉമർ ഫൈസി മുക്കം, കെ മോയിൻകുട്ടി മാസ്റ്റർ, ഷാഹുൽ ഹമീദ് മേൽമുറി, അബു മൗലവി അമ്പലക്കണ്ടി, എൻ പി അബ്ദുൽ കരീം ഫൈസി, മറ്റ് വേദിയിലുള്ള പണ്ഡിതന്മാരെ, സദസ്സിലുള്ള മഹാപണ്ഡിതന്മാരായ ഉസ്താദന്മാരെ, SKSSFിൻ്റെ നേതാക്കളെ, പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇതൊരു ചരിത്ര സംഭവമായി മാറുന്ന ഒരു മഹാസംഗമമാണ്. 25 വർഷം പിന്നിട്ട സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന SKSSF വലിയൊരു മുദ്രാവാക്യവുമായി ജനങ്ങളുടെ ജീവിതഗന്ധിയായ മനുഷ്യപ്പറ്റുള്ള ഒരു മുദ്രാവാക്യവുമായി, ഒരു ആപ്തവാക്യവുമായാണ് ഈ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സമ്മേളനത്തിൻ്റെ മുദ്രാവാക്യം തന്നെ ജനങ്ങളിൽ ഇതിനകം തന്നെ പതിഞ്ഞു കഴിഞ്ഞ ഒരു മുദ്രാവാക്യമായി, ഒരു ആപ്തവാക്യമായി മാറിക്കഴിഞ്ഞു. നീതിബോധത്തിൻ്റെ നിതാന്ത ജാഗ്രത എന്ന് പറഞ്ഞാൽ ഇന്ന് കാലികമായി വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ്. സമസ്തയുടെ പ്രവർത്തനം എത്ര പതിറ്റാണ്ടുകളായി നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും രാജ്യത്തിന് വെളിയിലും ഉണ്ടാക്കിയിട്ടുള്ള അനുരണനങ്ങൾ, അതേപോലെ തന്നെ അത് സംബന്ധിച്ച നമ്മുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ദിശാബോധം വളരെ വലുതാണ്. എന്നിരുന്നാലും നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ലോകത്തുമെമ്പാടുമുള്ള ഒരുപടി നീതിരഹിതമായ പ്രവർത്തനങ്ങൾക്ക് കടിഞ്ഞാണിടുന്നതിന് SKSSFിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കും എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. അതിനുള്ള പ്രവർത്തനങ്ങൾ SKSSF ഈ സംഗമത്തോടുകൂടി, ഈ സമ്മേളനത്തോടുകൂടി പദ്ധതിയിട്ട് മുന്നേറണം. നമുക്കറിയാം, മതബോധത്തിൻ്റെ കുറവ് കൊണ്ട്, മതബോധനത്തിൻ്റെ കുറവ് കൊണ്ട്, സാംസ്കാരികമായ പൈതൃകമില്ലായ്മ കൊണ്ട്, അതേപോലെ തന്നെ ദിശാബോധമില്ലായ്മ കൊണ്ട് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ എത്രമാത്രമാണെന്ന് ഓരോ ദിവസവും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ലോകമെമ്പാടും ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം കേരളവും, ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ ഒരു പ്രസ്താവനയുണ്ട്, കേരളവും ആ പട്ടികയിലേക്ക് വരുന്നു. മയക്കുമരുന്നിൻ്റെ വ്യാപകമായ ഉപയോഗത്തിലേക്ക് കേരളവും പെട്ടിരിക്കുന്നു. അന്തർദേശീയ റാക്കറ്റുകൾ നമ്മുടെ സംസ്ഥാനത്തെയും വട്ടമിട്ട് പറക്കുന്നു എന്ന് ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവനയുണ്ട്. അതൊക്കെ നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ്. മയക്കുമരുന്നിന് എതിരെയുള്ള പോരാട്ടം നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ പള്ളികളിലും അതേപോലെ തന്നെ ദർസുകളിലും അതേപോലെ തന്നെ പുറത്തും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതുമായി സഹകരിക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ ഈ ഓർബിറ്റിൽ പെടാത്ത ഒരു പറ്റം ചെറുപ്പക്കാർ, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സ്വാർത്ഥലാഭം കൊയ്യുന്ന ആളുകൾ ഈ മതബോധനത്തിനും ഒക്കെ അതീതമായി, നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ അതീതമായി നമ്മുടെ സമൂഹത്തിൻ്റെ നന്മ കെടുത്തിക്കളയുന്നു എന്നുള്ളതൊരു പ്രധാന സംഗതിയാണ്. ഈ അടുത്ത കാലത്തുണ്ടായ സംഭവവികാസങ്ങളൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. മനുഷ്യപ്പറ്റില്ലാത്ത പ്രവർത്തനങ്ങൾ, പാവപ്പെട്ടവരെ, സാധാരണക്കാരെ, തൊഴിലാളികളെ, തൊഴിലെടുത്ത് ജീവിക്കുന്നവരെയൊക്കെ വലിയ വിലക്കൂടിയ 5 ലക്ഷം രൂപ വിലയുള്ള ചെരുപ്പും ഷൂസും ഇട്ട് ചവിട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ സംസ്കാരം അത് പിന്നോട്ടടിക്കുന്നു എന്നുള്ളത് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന സംഗതിയാണ്. അപ്പോൾ ഈ ഗ്രാൻഡ് ഫിനാലെ ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ആ മുദ്രാവാക്യത്തിൻ്റെ തന്നെ ആവിഷ്കരണമാണ്.
മുദ്രാവാക്യം നമ്മുടെ സമൂഹത്തിലേക്ക് ആവിഷ്കരിച്ചുകൊണ്ട് ആ മുദ്രാവാക്യം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മുടെ സമുദായത്തിലും ഇതര സമുദായത്തിലും പെട്ട ആളുകളെ ബോധവാന്മാരാക്കി മദ്യത്തിനും മയക്കുമരുന്നിനും സമൂഹത്തിലെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിപത്തുകൾക്കും ധൂർത്തുകൾക്കുമെതിരെ പോരാടാൻ നമുക്ക് സാധിക്കണം. സമസ്ത എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അത് ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ സംഗതിയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ചടങ്ങിൽ തന്നെ നിരവധി പണ്ഡിതന്മാർ, പുറത്തു നിന്നും അകത്തു നിന്നുമുള്ള നിരവധി പണ്ഡിതന്മാർ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ഈ പങ്കെടുക്കുന്ന മുഴുവൻ പണ്ഡിതന്മാരുടെയും അവരുടെ പ്രസംഗങ്ങളും അതേപോലെ തന്നെ പ്രസ്താവനകളുമൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കണം. അതിനുള്ളൊരു പദ്ധതി കൂടി ഈ സിൽവർ ജൂബിലി വർഷത്തിൽ SKSSF ആവിഷ്കരിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ വിനീതനായ എന്നെ കൂടി ഉൾപ്പെടുത്തണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. അടുത്തതായി വേദിയിൽ സമർക്കന്ദിലേക്കായി സമാഹരിച്ച ഖത്തറിലെ ഇസ്ലാമിക് സെൻറ്ററിൻ്റെയും SKSSFൻ്റെയും പ്രവർത്തകർ സമാഹരിച്ചിട്ടുള്ള വിഭവ സമാഹരണം ഖത്തർ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾക്ക് കൈമാറുകയാണ്. ഇരുവരെയും ആദരപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. കാളാവ് മുനീർ സാഹിബ് സമാഹരണം കൈമാറുന്നു. KV അബൂബക്കർ കാസിമിയാണ് സമാഹരണം കൈമാറുന്നത്. ഖത്തർ ഇസ്ലാമിക് സെൻറ്റർ പ്രസിഡന്റ് KV അബൂബക്കർ കാസിമി. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മുടെ പൈതൃകം സെഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം അഭിവന്ദ്യനായ ഉസ്താദ് CKM സാദിഖ് മുസ്ലിയാർ അവർ നിർവഹിക്കുകയാണ്. ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അമ്മാ ബഅദു ഫഊസീകും ഇബാദല്ലാഹി വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. ആദരണീയനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ മുഹമ്മദ് അലി സാഹിബ് അവർകളെ, മറ്റു ഈ സ്റ്റേജിലും സദസ്സിലുമെല്ലാം പ്രവിഷ്ടരായ സാദാത്തുക്കളെ, പ്രമുഖ വ്യക്തികളെ, SKSSFൻ്റെ 25 വർഷം പിന്നിട്ടതിൽ ഉള്ള സന്തോഷവും ആവേശവുമൊക്കെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ഒരു വർഷം മുമ്പ് മഹാനായ നമ്മുടെ നേതാവ് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ അവർ കാസർഗോഡ് വെച്ച് നടത്തിയ പ്രഖ്യാപനത്തെ തുടർന്ന് ഒരു വർഷത്തോളം ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായും ശക്തമായും സംഘടനയുടെ ആദർശവും മറ്റു കാര്യങ്ങളുമൊക്കെ കേരളീയ ജനതയിൽ എത്തിക്കുവാനുമൊക്കെ ഇതിൻ്റെ പ്രവർത്തകന്മാർ വളരെയധികം പ്രയത്നിച്ചു എന്നുള്ളൊരു സന്തോഷമാണ്. സർവശക്തനായ റബ്ബ് അവരുടെ ഈ പ്രവർത്തനം
ഇഹത്തിലും പരത്തിലും ഉപകാരപ്പെടുന്ന ഒരു സ്വാലിഹ അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ദുആ ചെയ്യുകയാണ്. ഈ സമ്മേളനം ഇത്ര വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ഒരു വർഷക്കാലമായി സാമ്പത്തികമായും ശാരീരികമായുമൊക്കെ നമ്മളോട് സഹകരിച്ച് ഈ സംഘടനയെ വളർത്തി ഉയർത്തിയിട്ടുള്ള എല്ലാ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ പരിപാടി ഇൻഷാ അല്ലാഹ് 22-ാം തീയതിയോടുകൂടി അവസാനിക്കുകയാണ്. അതിൻ്റെ തുടക്കമാണ് ഇന്നിവിടെ നടക്കുന്നത്. ബഹുമാനപ്പെട്ട ഒരുപാട് സാദാത്തുക്കളും അതുപോലെ ഉത്തരവാദപ്പെട്ട നമ്മുടെ മന്ത്രിമാർ, പ്രവർത്തകന്മാരൊക്കെ സംബന്ധിച്ചുകൊണ്ടാണ് ഇതിൻ്റെ തുടക്കം ഇന്ന് കുറിക്കുന്നത്. നേരത്തെ പലരും അറിയിച്ചതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമായോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അതിൻ്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഊന്നൽ നൽകി അതിന് പ്രയത്നിച്ചെടുത്തിട്ടുള്ള ഒരു സംഘടനയാണ് SKSSF. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനത്തെ ജനങ്ങൾ അംഗീകരിക്കുകയും പിന്തുണക്കുകയും സഹായിക്കുകയും അതിനാവശ്യമായ എല്ലാ പിന്തുണയും നൽകുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ പ്രവർത്തകന്മാർ ഉദ്ദേശിച്ചതുപോലെ പ്രത്യേകിച്ചും നമ്മുടെ സാദാത്തുക്കൾ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളവറുകൾ, അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ ഒക്കെ നമുക്ക് നേതൃത്വം നൽകി ഈ പരിപാടി ഒരു വമ്പിച്ച വിജയമായി അവസാനിക്കാൻ പോവുകയാണ്. പക്ഷേ ഇത് അവസാനിക്കുമ്പോൾ ഒരു കാര്യം കൂടി പ്രത്യേകം ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. സമസ്ത ഇന്ന് ഒരു പ്രതിസന്ധിയിലാണുള്ളത്. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സമസ്തക്കാരുടെങ്കിലും പ്രത്യേക സഹായം വേണമെന്ന് സഹായം അപേക്ഷിക്കുകയല്ല, സമസ്തയെ തകർക്കാൻ വേണ്ടി അകത്തു നിന്നും പുറത്തു നിന്നും ഒരുപോലെ കച്ചകെട്ടി ഒരുങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ പല ആളുകളും ഈ സ്റ്റേജിലുള്ളവർ പോലും അത്തരക്കാരെ പിന്തുണക്കുകയും അവരോട് സഹായിക്കുകയും ചെയ്യുന്നതിൽ എനിക്ക് വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും എനിക്ക് അവരോട് എതിർപ്പുണ്ട് എന്ന് ഞാൻ ഈ സമയത്ത് തുറന്ന് പറയുകയാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ സദസ്സിൽ ഒരുപാട് ആളുകൾ പേര് വായിച്ചു. ഈ പേര് വായിച്ച ആളുകളെ ഇവിടെ പ്രസംഗിക്കുന്ന സമയത്ത് ഒരിക്കലും സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ആശയാദർശങ്ങൾക്ക് വിപരീതമായിട്ടോ അവരുടെ സ്വന്തം അഭിപ്രായങ്ങളോ ഈ സ്റ്റേജിൽ വെച്ച് പറഞ്ഞാൽ നാളെ പത്രത്തിലല്ല ഈ സ്റ്റേജിൽ തന്നെ അതിന് മറുപടി ഉണ്ടാവും എന്നുകൂടി ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. അങ്ങനെ പല കാരണങ്ങളില്ല. അതുകൊണ്ട് സമസ്തയുടെ ആശയത്തിനും ആദർശത്തിനും എതിരായിട്ട് ഏതെങ്കിലും പ്രവർത്തകന്മാരോ നേതാക്കന്മാരൊക്കെ ഈ സ്റ്റേജിൽ വെച്ച് വല്ലതും പറഞ്ഞാൽ നാളെ പത്രത്തിലുള്ള മറുപടി ഈ സ്റ്റേജിൽ തന്നെ ഉണ്ടാകും എന്ന് അറിയിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ഒരു തിരുവാക്യത്തിൽ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡോക്ടർ നാട്ടിക മുഹമ്മദ് അലി സാഹിബ് അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വഇലൈഹി തവക്കൽതു ഇലൈഹി നബി. സ്നേഹം നിറഞ്ഞ ഈ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട CKM സാദിഖ് മുസ്ലിയാർ അവർകളെ, വേദിയിലും സദസ്സിലും ഉള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, SKSSFൻ്റെ നേതാക്കളെ, മുൻകാല നേതാക്കളെ, ഉലമാക്കളെ, സഹോദരന്മാരെ, ഈ പൈതൃകം സെഷൻ ഇവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ മഹാനായ റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിൻ്റെയും അതേപോലെ തന്നെ ശൈഖുന ശംസുൽ ഉലമയുടെയും നാമങ്ങൾ സ്മരിക്കുന്നതോടൊപ്പം പ്രധാനമായും ഒരു 4 പേര് അത് പറഞ്ഞില്ലെങ്കിൽ ഒരു അദബകേടാവും എന്നുള്ളത് കൊണ്ട് അവരെ നാം സ്മരിക്കേണ്ടിയിരിക്കുന്നു. മഹാനായ മൗലാന KV ഉസ്താദ് കൂറ്റനാട്, അതേപോലെ തന്നെ KT മാനു മുസ്ലിയാർ, CH ഹൈദ്രോസ് മുസ്ലിയാർ, നാട്ടിക V മൂസ മുസ്ലിയാർ, ഈ 4 പേരുകൾ ഇവിടെ നാം പറഞ്ഞില്ലെങ്കിൽ അതൊരു ഭംഗിയല്ല എന്നുള്ളത് കൊണ്ട് അവരുടെ നാമങ്ങൾ നാം സ്മരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ പണ്ഡിതന്മാർ, മുൻഗാമികൾ, അവരോടൊപ്പം നമ്മെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മളെ ഇഹത്തിലും പരത്തിലും വിജയികളായവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ
പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ തനതായ മാർഗം, അതിൻ്റെ ആചാര അനുഷ്ഠാന കർമ്മങ്ങൾ, അത് ലോകത്തെ ജനങ്ങൾക്ക്, വിശിഷ്യ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും അതനുസരിച്ച് ആ ജനങ്ങളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന മഹിതമായ പ്രസ്ഥാനമാണ്. അതിൻ്റെ സേവകരായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകിയതിൽ ആദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. നാം ഒന്ന് ആലോചിച്ച് നോക്കുക, വേറെ ഏതെങ്കിലും ആൾക്കാർ വിഭാഗത്തിന് വേണ്ടിയായിരുന്നു നമ്മൾ പ്രവർത്തിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും നമ്മുടെ ജീവിതം കട്ടപ്പുകയായി പോയേനെ. നമുക്കറിയാമല്ലോ, പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ സമസ്തയുടെ പതാക കക്കുകയും അതേപോലെ തന്നെ സമസ്തയുടെ പുസ്തകം കട്ട് അച്ചടിച്ച് വിൽക്കുകയും ചെയ്ത ഒരു കൂട്ടരിവിടെയുണ്ട്. ആ കൂട്ടരുടെ പ്രവർത്തനങ്ങൾ, വളരെയേറെ കളവും നെറികേടുമുള്ള അവരുടെ പ്രവർത്തനങ്ങൾ, ഓരോ ദിവസം ചെല്ലുന്തോറും അവരുടെ പ്രവർത്തനങ്ങൾ ശരിയല്ല എന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് തന്നെ ഉസ്താദിൻ്റെ കപ്പൽ മുങ്ങാൻ പോവുകയാണ് എന്നുള്ള ശുഭവാർത്തയാണ് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അത് ഈ കാലം സാക്ഷിയാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം പരിശുദ്ധ പ്രവാചകന്റെ പേരിൽ കളവ് പറഞ്ഞ് പൈസ പിരിക്കാനാണ് ആ കൂട്ടർ മുന്നോട്ട് നീങ്ങിയത്. കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ പാത തെറ്റായ പാതയാണ് എന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. നമ്മൾ അണിനിരുന്ന പാത അത് സത്യത്തിൻ്റെ പാതയാണ് എന്ന് ഉള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറെ അഭിമാനിക്കുവാനും സന്തോഷിക്കുവാനും വകയുണ്ട്. SKSSF സംബന്ധിച്ചിടത്തോളം അതിൽ കാലമത്രയും മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവരുടെ പ്രാർത്ഥന നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതേസമയം മറുഭാഗത്ത് നാം പ്രവർത്തിച്ചാൽ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന അവർക്കും കിട്ടിക്കൊണ്ടിരിക്കും. സമസ്തക്കെതിരെ കേസ് കൊടുത്തവരെയും അവരുടെ അഹ്ലുകാരെയും ഇരു വീട്ടിലും അഹ്ലുകാരാക്കരുതേ തമ്പുരാനെ എന്ന് മനസ്സ് വിഷമിച്ച് പ്രാർത്ഥിച്ച കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന ആ വിഭാഗത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. SKSSF സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നിലുള്ള വെല്ലുവിളി വളരെയേറെ വലുതാണ്. ക്യാമ്പസുകളിലും അതേപോലെ തന്നെ ജനറലായിട്ടും മയക്കുമരുന്നിൻ്റെയും വിവിധ ലഹരികൾ, അതിൻ്റെ വെല്ലുവിളികൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് SKSSF മുന്നോട്ടുള്ള പ്രവർത്തനം നാം അത് കണ്ടുകൊണ്ട് വേണം നാം മുന്നോട്ട് പ്രവർത്തിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ ഇവിടെ ലോഞ്ച് ചെയ്യുന്ന വിക്കായ എന്ന സന്നദ്ധ സംഘടന അതിൻ്റെ പ്രവർത്തനം ആ വഴിക്ക് നീക്കും എന്ന് നമുക്ക് ആശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതോടൊപ്പം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു വീട്ടിലും വിജയിക്കുന്ന തരത്തിൽ ഉള്ള പ്രവർത്തനമായി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിവിടെ കൂടിയതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനം അല്ലാഹു തൃപ്തിപ്പെട്ട നിലയിൽ അവൻ സ്വീകരിക്കുന്ന നിലയിലാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറുകളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. പാവപ്പെട്ട നമ്മളും അവിടെ ചെല്ലുമ്പോൾ അല്ലാഹുവിൻ്റെ റഹ്മത്തും മഗ്ഫിറത്തും അവൻ വാരിക്കോരി തരുമാറാവട്ടെ. ഞാൻ നിർത്തുന്നു. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SKSSF ആദ്യകാല നേതാക്കളിൽ പ്രമുഖനും ചെയർ പാനൽ അംഗവുമായ OKM കുട്ടിയുമരി സംസാരിക്കുന്നു. ആദരപുരസ്സരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി ബിറളില്ലാഹ്. മാ ബഅദ്. ബിയൊന്നിരായ ബസരി ശിഹാബ് തങ്ങൾ അവർകളെ, സാദിഖ് മുസ്ലിയാർ അവർകളെ, മറ്റു വേദിയിലുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, സദസ്സിലുള്ള പ്രമുഖന്മാരെ, സഹപ്രവർത്തകരെ, 1989 ഫെബ്രുവരി 19 അഥവാ ഇതുപോലൊരു 19ൻ്റെ
ഇത്തരമൊരു വേളയിൽ തന്നെ പിറവിയെടുത്ത ഒരു മഹത്തായ പ്രസ്ഥാനം 25 കൊല്ലം ത്യാഗോജ്വലമായ പ്രയാണം നടത്തി അതിൻ്റെ സിൽവർ ജൂബിലി വളരെ മനോഹരമായി ആഘോഷിക്കുന്ന വളരെ ശുഭകരമായ ഈ മുഹൂർത്തം, ഇത്തരം മുഹൂർത്തം നമുക്ക് നൽകിയ സർവശക്തനായ അള്ളാഹുവിനെ നമുക്ക് ഏവർക്കും സ്തുതിക്കാം. അൽഹംദുലില്ലാഹ്. അള്ളാഹു അവൻ്റെ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അറിയിച്ച വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅാ ഇലല്ലാഹി വഅമില സ്വാലിഹ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും സൽപ്രവർത്തികൾ ചെയ്യുകയും ഞാൻ മുസ്ലിമാണ് എന്ന് ധൈര്യമായി പ്രഖ്യാപിക്കുകയും ചെയ്ത അത്തരം ആളുകളേക്കാൾ നല്ലവരായിട്ട് ആരുണ്ട് എന്നുള്ള ആ ചോദ്യം അക്ഷരത്തിലും SKSFന് അവകാശപ്പെടാൻ അല്ലെങ്കിൽ അതിന് അർഹത ഉണ്ടാവാൻ യാതൊരുവിധ സംശയവുമില്ല. അത്തരമൊരു സത്യത്തിനു വേണ്ടിയുള്ളൊരു പോരാട്ടമായിരുന്നു ഇക്കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടക്കുകയുണ്ടായത്. അതിൻ്റെ ഒരു ഫലമാണ് നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സംഘടനയുടെ പ്രയാണമാർഗത്തിൽ ഒരുപാട് മേഖലകൾ അല്ലെങ്കിൽ ഒരുപാട് കടമ്പകൾ കഴിഞ്ഞ് പോവുകയുണ്ടായി. തുടക്കത്തിൽ ഇതിന് ഒരു മുഖപത്രം പോലുമില്ലാത്ത ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. വർഷങ്ങളുടെ അത്യധ്വാനം കൊണ്ടാണ് സത്യധാര എന്ന മുഖപത്രം പ്രകാശിതമായത്. അതുപോലെ ഒരു ആസ്ഥാനം പോലുമില്ലാത്ത ഒരു തുടക്കമായിരുന്നു കൊല്ലങ്ങളോളം ഉണ്ടായിരുന്നത്. ആ ഇടത്താണ് ഇസ്ലാമിക് സെൻറ്റർ എന്ന മഹത്തായ സൗധം ഇതിൻ്റെ ആസ്ഥാനമായി കോഴിക്കോട് തലയുയർത്തി നിൽക്കുന്നത്. അതുപോലെ തന്നെ പ്രസിദ്ധീകരണ വിഭാഗമായ ഒരു സമിതി പോലും അല്ലെങ്കിൽ അങ്ങനെ സംവിധാനം പോലും തുടക്കങ്ങളുടെ വർഷങ്ങളിൽ ഇല്ലായിരുന്നു. ആ ആദ്യകാല വർഷങ്ങളുടെ അത്യധ്വാനം കൊണ്ട് ഇസ്ലാമിക് സാഹിത്യ അക്കാദമി എന്ന ഒരു സാഹിത്യ പ്രസിദ്ധീകരണ വിഭാഗം ഈ സംഘടനയ്ക്കിപ്പോൾ വളരെ ആദരവോട് സ്വന്തമായുണ്ട്. അതുപോലെ ജനങ്ങളെ സത്യമാർഗത്തിൽ പ്രബോധനം ചെയ്യുവാൻ ഇബാദി എന്ന ഒരു മഹത്തായ സംവിധാനം വളരെ കാര്യക്ഷമമായി വളരെ നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം ഈ നല്ല പ്രവർത്തനങ്ങളുടെ എല്ലാം സംസ്ഥാപനത്തിലും അതിൻ്റെയൊക്കെ ആ ഒരു രൂപീകരണത്തിലൊക്കെ ഒരു എളിയ പങ്ക് നിർവഹിക്കുവാൻ ഈ ഉള്ളവനും സാധിച്ചു എന്നതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും ആ പ്രവർത്തനങ്ങളെല്ലാം പരലോക ജീവിതത്തിൽ ഒരു നേട്ടമായി അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയും നിങ്ങളുടെ എല്ലാവരോടും പ്രാർത്ഥിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി സലീം എടക്കര വേദിയെ അഭിസംബോധന ചെയ്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ മഅസ്സാദിഖീൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. വേദിയിൽ സന്നിഹിതരായ സമസ്തയുടെയും പോഷകഘടകങ്ങളുടെയും നേതാക്കളെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ 25ാം വാർഷികത്തിൻ്റെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് നാം അടുക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഈ സെഷനിൽ പങ്കെടുത്തുകൊണ്ട് എനിക്ക് ഓർമ്മ വരുന്നത് സമസ്ത എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് കേരളക്കരയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ ഒരു കറാമത്തായിട്ടാണ് ഈ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തെ നാം കാണുന്നത്. 1989കളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കേന്ദ്ര മുശാവറ നടക്കുന്ന ഹാളിലേക്ക് അന്നത്തെ കോഴിക്കോട് 2ലെ MLA നേതൃത്വത്തിൽ ഗുണ്ടാ വിളയാട്ടവുമായി കടന്നു ചെന്നവർ, ഉസ്താദുമാരെ അറസ്റ്റ് ചെയ്യാനും മറ്റുമൊക്കെ ശ്രമിച്ച ആളുകൾ, അനന്തരഫലമായി കേരളത്തിലെ മഹല്ലുകളിൽ ഛിദ്രതയുണ്ടാക്കി പള്ളികൾ പൂട്ടിക്കാനും മദ്രസകൾ മധ്യേ ചുമരുവെക്കാനുമൊക്കെ ഇറങ്ങിത്തിരിച്ചവർ 1989 ഫെബ്രുവരി 19 സമസ്തക്ക് മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം അനിവാര്യമാണെന്ന് ഉസ്താദുമാർ മനസ്സിലാക്കി രൂപീകൃതമായ
സമസ്ത സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ എന്ന വിദ്യാർത്ഥി യുവജന പ്രസ്ഥാന രൂപം നൽകിയപ്പോൾ അന്നത്തെ വിളക്ക് പത്രത്തിൽ അവരെഴുതി, ഇത് ഇന്നലത്തെ മയക്ക് പെയ്ത തവരകളാണ്, ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കുന്ന ചായക്കോപ്പയിലെ കാറ്റെന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചവർ വളരെ വിനയത്തോടുകൂടി അല്പം പോലും അഹങ്കാരമില്ലാതെ ഞങ്ങൾക്ക് ഉണർത്താനുള്ളത് ഇത് ചായക്കോപ്പയിലെ കാറ്റല്ല, ദീനീ ദഅ്വാ രംഗത്ത് വിശുദ്ധമായ ഇസ്ലാം നേർരേഖ സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ സമസ്തക്കൊപ്പം നിന്നുകൊണ്ട് സമസ്തക്ക് ചുവടൊപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ദീനീ ദഅ്വാ രംഗത്ത് ഉത്കൃഷ്ടമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാനുള്ള വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമായി SKSF വളർന്ന് പന്തലിച്ചിരിക്കുന്നു എന്ന വസ്തുത മനസ്സിലാക്കാൻ കൂടി നാം ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഇത് പറയുന്നത് കേരളത്തിലെ ഇന്റലിജൻസ് വിഭാഗമാണ്. കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നതിൽ ഏറ്റവും ഉത്കൃഷ്ടമായ 8 വിഭാഗത്തോടുകൂടിയുള്ള വിവിധ പദ്ധതികളുമായി സമൂഹത്തിനും സമുദായത്തിനും ഉത്കൃഷ്ടമായ പ്രവർത്തനവും മുന്നോട്ട് പോകുന്നത് സമസ്ത സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ മാത്രമാണെന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയെങ്കിൽ പ്രിയമുള്ള സഹപ്രവർത്തകരെ, നമുക്കൊട്ടും അഹങ്കാരമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദീനീ ദഅ്വാ പ്രവർത്തനം അത് വിശുദ്ധമായ ഖുർആൻ അധ്യാപനമാണ്. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറു ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നന്മ ഉപദേശിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഉത്തമ സമൂഹ സൃഷ്ടിക്ക് വേണ്ടിയുള്ള ഈ ജൈത്രിയ തുടരുകയാണ്. ഇത് തൃശ്ശൂരിന്റെ കേരളത്തിന്റെ സാംസ്കാരിക നഗരിയിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഗ്രാൻഡ് ഫിനാലെ ആഘോഷിക്കുന്നതെങ്കിൽ ഇത് തെക്കൻ കേരളത്തിലെ ദീനീ ദഅ്വാ പ്രവർത്തനത്തിന്റെ ഒരു ഗേറ്റ് വേ ആയി SKSF കാണുകയാണ്. തീർച്ചയായും നാളുകളിൽ തെക്കൻ കേരള ദീനീ ദഅ്വാ പ്രവർത്തനത്തിനും അതോടൊപ്പം തന്നെ കേരളത്തിലെ ദീനീ ദഅ്വാ പ്രവർത്തനങ്ങൾക്കും ചിട്ടയും ഉണ്ടാക്കുന്ന പ്രവർത്തനത്തിന് സമസ്തയുടെ അഭിവന്ദ്യ നേതാക്കന്മാർ കഴിഞ്ഞ 17-ാം തീയതി പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് പ്രവർത്തികളെ ഇറങ്ങാൻ പോവുകയാണ്. വരാനിരിക്കുന്ന സംഘടനാ ശാക്തീകരണ ക്യാമ്പയിനോടുകൂടി വിശുദ്ധമായ ഇസ്ലാമിന്റെ നേർരേഖ സമൂഹത്തിൽ സമർപ്പിക്കുന്നതിൽ സമസ്തയോടൊപ്പം നിന്നുകൊണ്ടുള്ള ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്ക് SKSF മുമ്പിൽ നിൽക്കുമ്പോൾ അതിനൊപ്പം ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ പ്രവർത്തനം ഉണ്ടാകണമെന്ന് ആ സന്ദർഭം സൂചിപ്പിച്ചുകൊണ്ട് സമയദൈർഘ്യം ഭയന്ന് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി